സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് ഇടയാക്കിയത് മാനുഷിക പിഴവെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിന് സംഭവിച്ചൊരു പിഴവാണ് ഈ വലിയ അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു വിശദാംശങ്ങളുമായി. ബിപിൻ റാവത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മരണം നമുക്ക് വലിയൊരു ഷോക്കായിരുന്നു. പക്ഷേ അതിപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിന് പറ്റിയ പിഴവാണെന്ന രീതിയിലാണല്ലോ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. SKN 2021 ഡിസംബർ 8 രാവിലെ 12:08 അതായത് ഉച്ചയ്ക്ക് 12:08 അപകടം അത് രാജ്യത്തെ ഞെട്ടിച്ചതാണ്. ആ അപകടത്തിൽ കൊല്ലപ്പെട്ടത് രാജ്യത്തിൻ്റെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടക്കം 14 പേരാണ്. ഈ അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ച് കരസേന അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല ഇതുവരെയും. എന്നാൽ ഇന്നലെ പാർലമെന്റിൽ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് മാനുഷിക പിഴവാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പൈലറ്റിന് സംഭവിച്ച മാനുഷിക പിഴവാണ് അപകടം സംഭവിക്കുകയും 14 പേരുടെ ഈ പൈലറ്റേതടക്കമുള്ള 14 പേരുടെ മരണത്തിന് ഇടയാക്കിയത് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ വിശദീകരിച്ചത് ആ മേഖല സംബന്ധിച്ചുള്ള അനുഭവ പരിചയക്കുറവാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നായിരുന്നു. ഈ ഹെലികോപ്റ്റർ ഒരു മരത്തിൽ ഇടിച്ച് തീ പിടിക്കുകയായിരുന്നു, തുടർന്ന് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിൽ മാനുഷിക പിഴവ് സംഭവിച്ചിരിക്കുന്നു, അതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്ന് ആദ്യമായാണ് സൈന്യം തന്നെ സമ്മതിക്കുന്നതും അത് പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ലഭ്യമാകുന്ന രീതിയിൽ പുറത്തു വരുന്നതും. ഈ റിപ്പോർട്ടിൽ 2017 മുതൽ 2022 വരെയുണ്ടായ വ്യോമ അപകടങ്ങളുടെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 34 അപകടങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നും 2021-22 കാലഘട്ടത്തിൽ മാത്രം 9 അപകടങ്ങൾ ഉണ്ടായി എന്നും അതിൽ ഡിസംബർ 8 അപകടം മാനുഷിക പിഴവ് കാരണമാണ് സംഭവിച്ചത് എന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. SKN ബൽറാം നിൽക്കുന്നതിൻ്റെ പിൻഭാഗത്തേക്ക് നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ നല്ല മഞ്ഞുണ്ടല്ലോ. ഡൽഹിയിലെ കാലാവസ്ഥ എങ്ങനെയാണ്? SKN ഡൽഹിയിൽ ശീതതരംഗം ശക്തമായി തന്നെ തുടരുകയാണ്. ഒരാഴ്ചയിലേറെയായി ഈ സാഹചര്യം തുടരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ശക്തമായ മൂടൽമഞ്ഞ്, പുകമഞ്ഞ് തന്നെ ഡൽഹിയിൽ അനുഭവപ്പെടുന്നുണ്ട്. കാഴ്ചയുടെ ദൂരപരിധി ഏറെ കുറഞ്ഞിരിക്കുന്നു. നിലവിലിപ്പോൾ കാലാവസ്ഥ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 300 മീറ്ററാണ് ദൃശ്യപരിധി. അത് അടുത്ത 2 മണിക്കൂറുകളിൽ വീണ്ടും കുറയുകയും പിന്നീട് മെച്ചപ്പെടുകയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്ഥിരമായി സംഭവിക്കുന്നത്. ഒപ്പം മലിനീകരണവും അതിരൂക്ഷമായി തുടരുന്നു. 400-അടുത്താണ് വായുഗുണ നിലവാര നിരക്ക്. ഈ പാർലമെന്റിന് സമീപം നോർത്ത് സൗത്ത് ബ്ലോക്ക് കെട്ടിടങ്ങളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒട്ടും വ്യക്തമല്ലാത്ത രീതിയിൽ ശക്തമായ മൂടൽമഞ്ഞിൻ്റെ പിടിയിൽ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഡൽഹി. SKN ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ പ്രദേശവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലാവസ്ഥയാണ് അവിടെ